ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യലബ്ധിക്കായുള്ള പോരാട്ടത്തിൽ വിസ്മരിക്കപ്പെട്ടവർ അനേകമുണ്ട്. വ്യക്തി താൽപര്യങ്ങൾക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കുമായി ഒഴിവാക്കപ്പെട്ടവർ നിരവധി പേരാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതം 77-ാം ആണ്ടിലെത്തി നിൽക്കുമ്പോൾ വിസ്മരിക്കപ്പെട്ടവരുടെ പട്ടികയിൽ ജ്വലിച്ചു നിൽക്കുന്ന പേരാണ് വിനായക് ദാമോദർ സവർക്കർ. വാക്ചാതുര്യം കൊണ്ട് വ്ളാഡിമിർ ലെനിനെ പോലും അമ്പരിപ്പിച്ച പ്രതിഭ, ഇന്ത്യൻ വിപ്ലവങ്ങളുടെ രാജകുമാരൻ. സ്വാതന്ത്ര്യവീർ സവർക്കറിനെ അറിയാതെ കാണാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പൂർണ്ണമായും മനസ്സിലാക്കാനാകില്ല. ചരിത്രകാരൻ, വൈജ്ഞാനികൻ, കവി, കഥാകൃത്ത്, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിൽ മുദ്ര പതിപ്പിച്ച വ്യക്തിത്വം തൻ്റെ എല്ലാ കഴിവുകളെയും ഭാരതാംബയുടെ അധിനിവേശത്തിൽ നിന്നുള്ള മോചനത്തിനായാണ് ഉപയോഗപ്പെടുത്തിയത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇടയിൽ നിലനിന്നിരുന്ന മിതവാദി, തീവ്രവാദി വിഭാഗങ്ങളിൽ രണ്ടാമത്തേതിനൊപ്പമായിരുന്നു സവർക്കർ. സായുധ സമരത്തിലൂടെ ബ്രിട്ടീഷുകാരെ പുറത്താക്കണമെന്നാണ് സവർക്കർ ആഗ്രഹിച്ചത്. മെയ് 28 മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ഭാഗൂരിലാണ് സവർക്കറുടെ ജനനം. ദാമോദർ, രാധാഭായി എന്നിവരായിരുന്നു സവർക്കറുടെ മാതാപിതാക്കൾ. ഗണേഷ്, നാരായൺ എന്നീ സഹോദരന്മാരും മൈനാഭായി എന്ന സഹോദരിയുമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 1892 9 വയസ്സുള്ളപ്പോൾ വിനായകന് മാതാവിനെ നഷ്ടമായി. പിന്നാലെ 1899 പിതാവും മരണമടഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ വളർത്തിയത് ജ്യേഷ്ഠനായ ഗണേഷ് സവർക്കറാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ അദ്ദേഹം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരാവേശത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. 1101 മെട്രിക്കുലേഷൻ പാസ്സായതോടെ വിനായക് തുടർ പഠനത്തിനായി പൂനെയിലെ ഫെർഗൂസൺ കലാലയത്തിൽ ചേർന്നു. കോളേജിൽ പഠിക്കുമ്പോഴും സമരാഗ്നിക്ക് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. അത് അതിശക്തമായി തന്നെ തുടർന്നു. കലാലയ വിദ്യാഭ്യാസ കാലഘട്ടം വിനായകന് ദേശസ്നേഹം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കാനുള്ള വേദിയായി. ഈ സമയത്താണ് വിനായക് ലോകമാന്യ തിലകിനെ പരിചയപ്പെടുന്നത്. ഈ ബന്ധം വിനായകിലെ ദേശസ്നേഹത്തിന്റെ തീപ്പൊരി ആളിക്കത്തിച്ചു. അദ്ദേഹവും സഹോദരനും ചേർന്ന് അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന രഹസ്യ സംഘടന സ്ഥാപിച്ചു. രാജ്യസ്നേഹം പ്രചരിപ്പിക്കുന്ന ലഘുലേഖകളും മറ്റും വിനായക് കലാലയങ്ങളിൽ പ്രചരിപ്പിച്ചു. ചരിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടവിഷയം. ഭാരത ചരിത്രത്തിലുപരി ലോകത്തിന്റെ ചരിത്രമത്രയും പഠിക്കുന്നതിൽ വിനായക് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. 1905 ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന ശക്തമായ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കൽ പ്രക്ഷോഭത്തിൽ സവർക്കർ ഭാഗഭാക്കായി. അങ്ങനെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആദ്യമായി പൂനെയിൽ വെച്ച് നടന്ന വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം നടന്നു. അതിന്റെ പേരിൽ സവർക്കറെ ഫെർഗൂസൺ കലാലയത്തിൽ നിന്നും പുറത്താക്കുകയുണ്ടായി. ജൂൺ 9 സ്കോളർഷിപ്പോടു കൂടിയുള്ള നിയമ പഠനത്തിന് സവർക്കർ ലണ്ടനിലെത്തി. നിയമ പഠനത്തിനായി വിദേശത്തായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലെ സമര തീഷ്ണതയ്ക്ക് അയവുണ്ടായില്ല. ഫ്രീ ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിക്കുകയും ഇന്ത്യ ഹൗസ് തുടങ്ങിയ സംഘടനകളുമായി അദ്ദേഹം സദാ ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. ദേശസ്നേഹികളായ നിരവധി യുവാക്കളെ ഫ്രീ ഇന്ത്യ സൊസൈറ്റിയുടെ പേരിൽ ലണ്ടനിൽ വിളിച്ചുകൂടാൻ അദ്ദേഹത്തിനായി. ഭായ് പരമാനന്ദ്, സേനാപതി ബാപ്പട്ട്, ലാലാ ഹർദയാൽ എന്നിവർ അവരിൽ ഉൾപ്പെടുന്നു. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം അന്തർദേശീയ തലത്തിലെത്തിക്കുന്നതിന്റെ ഭാഗമായി 1907 ജർമ്മനിയിൽ നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കാൻ മാഡം ഭിക്കാജി കാമയെ നിയോഗിച്ചതിന് പിന്നിലും സവർക്കറാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ഭാരതീയ വിദ്യാർത്ഥികൾ എടുക്കേണ്ടതായിരുന്ന ഓത്ത് ഓഫ് അലീജിയൻസ് എന്ന പ്രതിജ്ഞ എടുക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ഡിഗ്രിയും ബാരിസ്റ്റർ പദവിയും നിഷേധിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നിയമ വിദ്യാർത്ഥി സവർക്കറാണ്. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയത് കാരണം ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ബിരുദം പിൻവലിച്ച ആദ്യ ബിരുദധാരി കൂടിയാണ് സവർക്കർ. വിപ്ലവത്തിലൂടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതി. 1857 സ്വാതന്ത്ര്യ സമരത്തെ അധികരിച്ച് 1857 ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടും മുമ്പ് തന്നെ നിരോധിക്കപ്പെട്ടു.
ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ശക്തമായ നിരീക്ഷണങ്ങൾക്കിടയിലും പുസ്തകത്തിന്റെ കയ്യെഴുത്ത് പ്രതി പോളണ്ടിൽ എത്തിക്കാനും 1909 പ്രസിദ്ധപ്പെടുത്താനും കഴിഞ്ഞു. ഈ പുസ്തകം പിന്നീട് വിപ്ലവകാരികളുടെ ആവേശമായി മാറുകയും ചെയ്തു. സവർക്കറുടെ പ്രസിദ്ധമായ ഈ പുസ്തകം ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും അടക്കമുള്ള വിപ്ലവകാരികൾ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ലക്ഷ്യം പൂർണ്ണമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണെന്ന് 1900 തന്നെ സധൈര്യം പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാവും സവർക്കറാണ്. ജീവിതത്തിൽ 2 തവണ നാട് കടത്തപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ തടവുകാരൻ കൂടിയാണ് അദ്ദേഹം. ജൂലൈ 1 സുഹൃത്തായ മദൻലാൽ ധിംഗ്ര ബ്രിട്ടീഷ് ഓഫീസറായ കഴ്സൺ വൈലിയെ വധിച്ചതോടെയാണ് സവർക്കർ നിരീക്ഷണത്തിലായത്. ഡിസംബർ 21 സവർക്കറുടെ അഭിനവ് ഭാരതിലെ അംഗങ്ങൾ നാസിക് കളക്ടറായിരുന്ന KMT ജാക്സനെ കൂടി വധിച്ചതോടെ സവർക്കറെ അറസ്റ്റ് ചെയ്യാനും ഇന്ത്യയിലെത്തിച്ച് വിചാരണ നടത്തുവാനും ബ്രിട്ടീഷ് പോലീസ് തീരുമാനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഭാരതത്തിലേക്ക് അയക്കാൻ ലണ്ടൻ കോടതി തീരുമാനിക്കുകയും ചെയ്തു. ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ കപ്പൽ മഴ്സലേസ് തുറമുഖത്ത് നങ്കൂരമിട്ടപ്പോൾ സവർക്കർ കടലിലേക്ക് ചാടി നീന്തി പലായനം ചെയ്യാനും ഫ്രാൻസിൽ അഭയം തേടാനും ശ്രമിച്ചു. എന്നിരുന്നാലും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഫ്രഞ്ച് തുറമുഖ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകി. ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ സവർക്കറിനെ 2 ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ആകെ 50 കൊല്ലം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സെല്ലുലാർ ജയിലിലേക്ക് അയച്ചു അദ്ദേഹത്തെ. സെല്ലുലാർ ജയിലിലെ കൊടിയ പീഡനത്തിനിരയായിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിലെ സമരാവേശത്തിന് തെല്ലും കുറവുണ്ടായില്ല. 1921 ജയിൽ മോചിതനായെങ്കിലും അദ്ദേഹം സദാ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ വീട്ടുതടങ്കലിൽ തന്നെ പാർപ്പിച്ചു. രത്നഗിരിക്ക് പുറത്തു പോകാനോ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാനോ പാടില്ല എന്ന നിബന്ധനയിലായിരുന്നു അത്. കോൺഗ്രസിന്റെ നയങ്ങളെ സവർക്കർ നഖശിഖാന്തം എതിർത്തിരുന്നു. 1948 മഹാത്മാഗാന്ധി വധത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് സവർക്കർക്കെതിരെ കുറ്റം ചുമത്തിയെങ്കിലും പിന്നീട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. 1966 ഫെബ്രുവരി 26 തന്റെ 83-ാം വയസ്സിൽ ആ ദീക്ഷണാശാലിയായ ധീരദേശാഭിമാനി ദേഹവിയോഗം ചെയ്തു. കാലങ്ങൾക്കിപ്പുറവും സവർക്കർ ഭാരതീയ മനസ്സുകളിൽ ജ്വലിക്കുന്ന നക്ഷത്രമായി തുടരുകയാണ്. നെഹ്റൂവിയൻ ചിന്താധാരയുടെ അതിപ്രസരത്തിൽ അധിക്ഷേപങ്ങൾക്ക് പാത്രീഭവിച്ച ആ ധന്യജീവിതം ഇന്ന് കൂരിരുൾ നീക്കി സുവർണപ്രഭയിലേക്കെത്തി. സാവർക്കർ माने तेज, सावरकर माने त्याग, सावरकर माने तप, सावरकर माने तत्व, सावरकर माने तर्क, सावरकर माने तारुण्य, सावरकर माने तीर, सावरकर माने तलवार, सावरकर माने तिलमिलाहट, सागरा प्राण तड़मड़ला, तलमड़ाती हुई आत्मा, सावरकर माने तितीक्षा, सावरकर माने तीखापन, सावरकर म्हणजे तिखट, कैसा बहुरंगी व्यक्तित्व। कविता और क्रांति। देशपांडे जी मुझे क्षमा करें, मेरा भी परिचय कराया गया है शाहिर के रूप में। कविता और भ्रांति तो साथ साथ चल सकती है, मगर कविता और क्रांति का साथ चलना बहुत मुश्किल है। कविता माने कल्पना, शब्दों के संसार का सृजन, ऊंची उड़ान,
और कभी कभी ऊंची उड़ान में अगर धरातल से पांव उठ जाएं, वास्तविकता से नाता टूट जाए, तो कभी कोई शिकायत नहीं होगी। उसके आलोचक भी इस बात के लिए उसकी टीका नहीं करेंगे। मगर सावरकर जी का कवि ऊंची से ऊंची उड़ान भरता था। सावरकर में ऊंचाई भी थी और गहराई भी थी। കനൽ എത്ര ചാരം മൂടിക്കിടന്നാലും കാറ്റ് വീശുമ്പോൾ അത് അഗ്നിയായി പടരുക തന്നെ ചെയ്യും. സവർക്കറും അദ്ദേഹത്തിന്റെ ജീവിതവും ഈ വിധം ഇന്നും ഭാരതത്തിന്റെ ആത്മാവിൽ പടർന്നുയരുന്നു. വിസ്മൃതിയിലേക്ക് എത്ര തള്ളിയിട്ടാലും എത്ര തമസ്കരിക്കാൻ ശ്രമിച്ചാലും ഭാരതത്തിന്റെ വിപ്ലവ സൂര്യൻ 10 മടങ്ങ് ജ്വലിക്കുക തന്നെ ചെയ്യും.